ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. കുറച്ച് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും ചേട്ടനുമാണ് ഇന്നത്തെ ഷെഫുമാരും. ദേ ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കനൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ട്രെയിലേക്ക് ആക്കുവാണ്. പിന്നെ പിഴിഞ്ഞ് വെച്ച നാരങ്ങയുടെ ബാലൻസ് വന്നത് നമ്മൾ വെച്ചിട്ടുണ്ട്. ശരിക്കും നോർമൽ നാരങ്ങ ഫുള്ളായിട്ടാണ് വെക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇടുന്നുണ്ട്, സ്പ്രൗട്ട്സ് ഇടുന്നുണ്ട്, മഷ്റൂമും ക്യാരറ്റും ഇടുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്റ്റൈൽ കുക്കിംഗ് ആണ്. ഇതൊരു ഫുൾ ചിക്കനാണ്. ഇതും നമ്മൾ വെക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇവിടെ വയ്ക്കാം അല്ലേ? യെസ്, സാധനം എന്താന്ന് കണ്ടോട്ടെ. ക്യാബേജ് സ്പ്രൗട്ട്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ക്യാരറ്റും കുറച്ച് മഷ്റൂമും, ദെൻ ഗാർലിക് ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാനിത് ഇങ്ങനെ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ അത്രയും ചെയ്തതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഇനി ഒരു ചിക്കനും കൂടെ വെക്കാൻ പോവാണ്. ഒറ്റ ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ചിക്കനും കൂടെ മേലെ വെച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് താഴേക്ക് അതിൻ്റെ ഒരു ജ്യൂസ് കാര്യങ്ങളെല്ലാം ഇറങ്ങിക്കോളും. പിന്നെ ഹീറ്റ് ആവുന്നത് കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഈ ഒരു വെക്കുന്ന സെറ്റപ്പിൽ നമുക്ക് നോക്കി നോക്കി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതാ എല്ലാം ഉണ്ട് അതിൽ. ഓക്കേ, ഓൾ സെറ്റ്. ചേട്ടാ, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ. ഇതിങ്ങനെ വെച്ചാ വേവാൻ ടൈം എടുക്കുമോ? കാരണം മേലെ നിന്നുള്ള ഹീറ്റ് അടിക്കത്തില്ലല്ലോ താഴോട്ട്. സോ നമ്മൾ വെക്കാൻ പോവാണ്. സൂക്ഷിക്കണം. നമ്മുടെ ചിക്കൻ പയ്യെ പയ്യെ കേട്ടോ. സംഗതി പൊളിയായിട്ടുണ്ട് ഈ സൈഡ്. ആ പാത്രം അതിനകത്ത് ഈ ചിക്കന്റെയും ഈ വെജിറ്റബിളിന്റെ എല്ലാം വെള്ളമാണ് തിളക്കുക. അതാണ് പ്രശ്നം. ഇവന്മാരെല്ലാം എന്താണോ ചേട്ടാ ഇതിങ്ങനെ തിരിക്കാം നമുക്ക്. ഇതെല്ലാം ക്യാരറ്റ്സ് സെപ്പറേറ്റ് ഇട്ടോ. പിന്നല്ലാതെ തന്നെ വന്നിരിക്കുവോ? മേടിച്ചതിനകത്തൊന്നുമില്ല, നമ്മളിട്ടല്ലേ. ഇവിടെ ഇങ്ങനെ ഇടാറുണ്ട്. നന്നായിട്ട് ഇടുന്നുണ്ടോ? ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രില്ലായി കിട്ടണം. ഈ വെള്ളമൊക്കെ ഒന്ന് മാറണം. അതെ അതെ, വെള്ളം പറ്റും. അതിന്റെ കൂടുതൽ തിരിച്ചിടുക. അത്രേ ഉള്ളൂ. ചിക്കൻ ചിക്കൻ എല്ലാം തിരിച്ചിട്ടു. ഇനി നമുക്ക് ഗ്രില്ല് വെക്കണം. വീണ്ടും വെച്ചു. ഓക്കെ, അപ്പൊ ഇനി ഈ സൈഡ് ചെയ്യണം. വേണ്ടട്ടോ. ഉമാമി. കുക്കുമ്മയ്ക്ക് ഓർമ്മ വന്നോ? ഇവിടെ ഇരിക്കാം ചേച്ചിയെ. ഉമാമി കുക്കുമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പണ്ട് നമ്മൾ കുക്ക് ചെയ്തപ്പോ ഉമാമി എല്ലാം നമ്മുടെ സംഭവം സെറ്റായി. എടുക്കെടുക്ക്. ഇത് ഓഫ്. ഇത് ഓഫ്. യെസ്, ഓഫാണോ? ഓഫ്. അങ്കിൾ കമ്മന്ന് നടക്കുന്ന പോലെ. ഇതെടുക്കോ. വാവ്, എല്ലാം ഓൾ സെറ്റ്. മഷ്റൂംസ് ഒക്കെ. മഷ്റൂംസ് വാവ്. ഒരു ബ്ലാക്ക് കളർ ആണെങ്കിൽ കരിഞ്ഞൊന്നുമല്ല, മഷ്റൂമിന്റെ കളറാണ്. ബ്രൗൺ മഷ്റൂംസ്. പിന്നെ നമുക്കിത് നാരങ്ങ എടുത്തിട്ട് നാരങ്ങ മൊത്തം ഇങ്ങനെ പിഴിയണം. ഉമ്മാമി തരാം. ചെറിയ ഉമ്മാമി തരാം. നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലേ? നൈസ്. ഉള്ളാല ഉമ്മമ്മി.
മറിയേ ചുമ്മാ അത് മറന്നു പോകുന്നതാണ്. ചെരുപ്പെടുത്തേ ചെരുപ്പ് നീ എടുത്തേ നമ്മൾ 200-ലാണ് ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 സൈഡും നമ്മൾ 30 മിനിറ്റ്സ് വീതം വെച്ചിട്ടുണ്ടായിരുന്നു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം റെഡിയാണ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പടക്കമെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 11:55 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ ഈ ഒരു ഫയർ വർക്ക്സ്. ശരിക്കും ഫയർ വർക്ക്സ് ഇവിടെ ഇത്രയും കൂടുതലായിട്ട് ഈ വട്ടമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ചുറ്റിനും നമ്മളിങ്ങനെ നോക്കി നോക്കി കാണുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ ഇത്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ബൈ.